കുറ്റബോധം കൊണ്ടും ദുഃഖഭാരം കൊണ്ടും ഇപ്പോഴും തലകുനിക്കുക. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി കുടുംബങ്ങൾ. കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ പ്രദേശത്തെ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വീട്ടിൽ നിന്നും ഏറെ ദൂരമുള്ള ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെ വില്ലേജ് ഓഫീസർ ധിക്കാരപരമായാണ് സംസാരിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അവരിഷ്ടത്തിന് പോകുന്ന സ്ഥലമല്ല, ക്യാമ്പ് സർക്കാർ നിശ്ചയിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെ ക്യാമ്പിലേക്ക് വരികയാണ്. നിങ്ങൾ ഇഷ്ടത്തിന് ടൂർ പോകുകയല്ലേ ഇത്? അല്ല, ഇഷ്ടത്തിന് ടൂർ പോയിട്ടല്ല, കണ്ണ് കാണാത്ത ആൾക്കാർക്കൊന്നും അങ്ങോട്ട് പോയി നിൽക്കാൻ താമസ സൗകര്യം ഉണ്ട്, എല്ലാ സൗകര്യം ഏർപ്പെടുത്തി തരും നിങ്ങൾക്ക്. അത് ഞാൻ അവരോട് ചോദിക്കട്ടെ, പകൽ വീട്ടിലേക്ക് പോകുമോ ചോദിച്ചിട്ട് വല്ല സമ്മതം അങ്ങനെ പകൽ വീട്ടിലാണ് ക്യാമ്പ്, അവിടേക്ക് വരാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങോട്ട് പോകാൻ താല്പര്യം ഉണ്ടാവില്ല, കാരണം കണ്ണ് കാണാത്ത രണ്ടാൾക്കാരാണുള്ളത്. അവർക്ക് എല്ലാ ക്യാമ്പിലും കിട്ടേണ്ട സർക്കാർ പറയുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു തരും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചെയ്യുന്നുണ്ട്. അഭിന, ഇപ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ തുടരുകയാണോ? എന്താണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്? അതിന് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലും അതോടൊപ്പം തന്നെ മലയോര മേഖലയിലെല്ലാം തന്നെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളുമായി കനത്ത മഴ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് കൊയിലാണ്ടി കോതമംഗലം IHDA പ്രദേശത്തെ നിവാസികളുടെ വീട്ടിലേക്ക് ഇത്തരത്തിൽ പ്രദേശങ്ങളെല്ലാം തന്നെ വീടും അതോടൊപ്പം തന്നെ നടക്കാനുള്ള വഴിയിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളക്കെട്ടം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കുടുംബം വീട് വിട്ട് മറ്റ് ക്യാമ്പുകളെല്ലാം തന്നെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നത്. നിലവിൽ ഈ വീട്ടുകാർ അറിയിക്കുന്ന അല്ലെങ്കിൽ ഈ 3 അംഗ കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ബുദ്ധിമുട്ടിലുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ 8 കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത്. പക്ഷേ 3 കുടുംബങ്ങൾക്കാണ് കാര്യമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത് എന്നുള്ളതാണ് ഈ കുടുംബങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ ഭാഗമായി ഈ കുടുംബങ്ങൾ കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ ഈ മഴക്കാലത്തെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം പൊങ്ങി വരികയും വീടിനകത്ത് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലെല്ലാം തന്നെ ഈ കുടുംബാംഗങ്ങൾ മാറി താമസിച്ചിരുന്നത് വീടിനോട് തൊട്ടടുത്തുള്ള മറ്റ് LP സ്കൂളുകളെയാണ് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വീടുകളിലെല്ലാം തന്നെ അസുഖബാധിതരായിട്ടുള്ള ആളുകളാണ് ഏറെ കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ പ്രായമായിട്ടുള്ള ആളുകളും ഈ നമുക്കറിയാം, നേരത്തെ നമ്മൾ കേട്ടത് ഈ പരാതിക്കാരിയും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസറുടെയും ഓഡിയോ സന്ദേശമാണ്. ഈ ഓഡിയോ സന്ദേശത്തിൽ പ്രധാനമായും ഈ കുടുംബം അല്ലെങ്കിൽ ഈ വീട്ടമ്മ പറയുന്ന ഒരു കാര്യം, ഈ വീടിനകത്ത് കണ്ണ് കാണാൻ കഴിയാത്ത അന്ധരായിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ മറ്റ് രോഗികളെല്ലാം തന്നെ ഈ വീട്ടിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുമായി മറ്റ് പകൽ വീട് എന്ന് പറയുന്നത് ഏകദേശം ഈ കൊയിലാണ്ടിയിൽ നിന്നും 35 കിലോമീറ്റർ അകലെയാണ് പകൽ വീട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ അറിയിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത്രയും ഈ ഒരു ബുദ്ധിമുട്ട്, അതായത് ഈ അസുഖബാധിതരായതും അതോടൊപ്പം തന്നെ ഈ പ്രായമായിട്ടുള്ള ആളുകളെയും മറ്റൊരിടത്തേക്ക് ഇത്രയും ദൂരമുള്ള പകൽ വീട് പോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഈ കുടുംബം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ വെള്ളം പൊങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസറെയും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ ഭരണകൂട അധികൃതരെ എല്ലാം തന്നെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ വില്ലേജ് ഓഫീസർ വിളിച്ച ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഓഡിയോ സന്ദേശമാണ് നമ്മൾ കേട്ടത്. അതിൽ വില്ലേജ് ഓഫീസർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പകൽ വീട്ടിൽ ഇതുമായി സംബന്ധിച്ച്, അതായത് ഈ കുടുംബാംഗങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും പകൽ വീട്ടിൽ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വില്ലേജ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദൂരമുള്ള 35 കിലോമീറ്റർ ദൂരമുള്ളതും അതോടൊപ്പം തന്നെ ഈ കണ്ണ് കാണാത്തതും അതോടൊപ്പം തന്നെ രോഗികളായിട്ടുള്ള ആളുകളുമായി ആ ഭാഗത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഈ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഇക്കാര്യത്തിൽ ഒരു നടപടി വേണം എന്നുള്ളതാണ് പ്രധാനമായും ഈ കുടുംബാംഗങ്ങൾ പറയുന്നത്. ഒന്നല്ലെങ്കിൽ ഈ LP സ്കൂളിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റ് ക്യാമ്പുകളിലേക്കോ മാറ്റണം എന്നുള്ളതാണ് പ്രധാനമായും ഈ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന ഒരാവശ്യം. ഏതായാലും ഇന്ന് 6 മണിക്ക് ആരംഭിച്ച ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ ഈ മുനിസിപ്പാലിറ്റി ചെയർമാനും അതോടൊപ്പം തന്നെ സെക്രട്ടറി കൂടാതെ ജില്ലാ ഭരണകൂട അധികൃതർ തുടങ്ങിയവരെല്ലാം തന്നെ കൃത്യമായി ഇതിലൊരു നടപടി കാണണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആവശ്യം. ഈ അല്പസമയം മുൻപാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ സ്ഥലത്തെത്തി സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരെയും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരെയെല്ലാം തന്നെ കാണുകയും നേരിട്ട് പ്രശ്നങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമാനമായ രീതിയിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ വെള്ളം കയറുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ
പറമ്പ് ഇത്തരത്തിൽ വെള്ളം പോകുന്ന വഴി മണ്ണിട്ട് മൂടിയതാണ് ഇത്തരത്തിൽ വെള്ളം കയറാൻ ഇടയാക്കിയത്. ഇതിനെല്ലാം തന്നെ ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെയും ഈ കുടുംബാംഗങ്ങൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ അടക്കം ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം. ഏതായാലും ഇതിനൊരു കൃത്യമായ നടപടി ഉണ്ടായാൽ മാത്രമേ ഇവിടെ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും താൽക്കാലികമായി ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും താൽക്കാലികമായി ഈ കുടുംബാംഗങ്ങൾ പോവുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഈ വീട്ടുസാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ മുനിസിപ്പാലിറ്റി ഓഫീസിന് മുൻപിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച ഒരാൾ പോലും ഈ ഒരു സമയമായിട്ടും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വീടും അതോടൊപ്പം തന്നെ പരിസരവും ഉപയോഗശൂന്യമാണ്. ഉപയോഗിക്കാൻ യാതൊരു വിധത്തിലും കഴിയാത്ത വണ്ണമാണ് ഇത്തരത്തിൽ വെള്ളം പൊങ്ങി ഈ വീടുകളിനകത്തേക്കെല്ലാം തന്നെ കയറിയിട്ടുള്ളത്. ഇന്ന് ഏകദേശം 8 മണിയോട് കൂടിയാണ് ഈ വീടിന്റെ പരിസരത്തെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും വെള്ളം ഇറങ്ങിയിട്ടില്ല. നമുക്കറിയാം ജില്ലയിൽ ഇന്ന് കനത്ത മഴയാണ് തുടർന്നിരുന്നത്. രാവിലെ 9-ന് ആരംഭിച്ച മഴ ഏകദേശം 10 മണി വരെ ഇപ്പോഴും നേരിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു ശമനവും മഴയ്ക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ കുടുംബത്തിന് കൃത്യമായി താമസിക്കാൻ ഒരു സ്ഥലം വേണം, അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാമ്പ് വേണം എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. കുടുംബം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ LP സ്കൂളിലേക്കാണ് കുറച്ചുകൂടെ ഇവർക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടാനും അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് എത്തിപ്പെടാനും ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ LP സ്കൂളിലേക്ക് പോകുന്നതാണ് എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ പകൽ വീട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ക്യാമ്പ് ഒരുക്കുന്നത് ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. ആതിര. ശരി, അഭിന. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി കുടുംബങ്ങൾ. കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ പ്രദേശത്തെ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വീട്ടിൽ നിന്നും ഏറെ ദൂരമുള്ള ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതോടെ വില്ലേജ് ഓഫീസർ ധിക്കാരപരമായാണ് സംസാരിച്ചതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തിരുവനന്തപുരം DCC